നമസ്കാരം, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സെറ്റ് മാത്തമാറ്റിക്സിൽ എല്ലായ്പ്പോഴും ചോദിക്കുന്ന എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഭാഗമാണ് ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ അറിയാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോമാണ് ലോഗരിതം മെത്തേഡിൽ ലിമിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ലോഗരിതം മെത്തേഡ്. Let f and g from a to r be two differentiable function and let x naught belongs to r be a limit point. Limit x tends to x naught f of x equal to L. Limit x tends to x naught g of x equal to m. If L raised to m is indeterminate, then to find limit x tends to 0 f of x into g of x. Okay. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് എഫും ജിയും രണ്ട് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. എക്സ് നോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റ് പോയിന്റുമാണ്. അടുത്ത കണ്ടീഷൻ പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. എല്ലാണ് എഫ് ഓഫ് എക്സിന്റെ എക്സ് നോട്ടിലേക്കുള്ള ലിമിറ്റ് എന്ന്. അതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എമ്മു ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് അതെന്തായിരിക്കും വരുന്നത്? എൽ റേസ് ടു എം ആയിരിക്കും വരുന്നത്. അങ്ങനെ എൽ റേസ് ടു എം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്കത് ആൻസറായിട്ട് എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിക്കുന്നത്? ലോഗരിതം മെത്തേഡ് ഉപയോഗിക്കുന്നത്. കൃത്യമായെന്ന് വിശ്വസിക്കുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എൽ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? എൽ റേസ് ടു എം വരും. എന്നാൽ എൽ റേസ് ടു എം എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവിടെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യുക? ഈ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിനെ ഒരു എച്ച് ഓഫ് എക്സ് ആയിട്ട് എടുക്കുന്നു. എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സിനെ എന്തായിട്ട് എടുക്കുന്നു? ഒരു എച്ച് ഓഫ് എക്സ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലോഗ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോഗ് എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് ആയിരിക്കും. ശരിയാണല്ലോ? ലോഗ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലോഗ് എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് ആയിരിക്കും. ലോഗ് എ റേസ് ടു ബിയുടെ ഫോം എന്താ? ബി ലോഗ് എ ആണ്. അപ്പോൾ ലോഗ് എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി ഓഫ് എക്സ് ലോഗ് എഫ് ഓഫ് എക്സ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിൽ ഞാൻ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ലോഗ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എഫ് ഓഫ് എക്സ്. ഇനി നമ്മൾ ഇവിടെ കിടക്കുന്ന ലോഗിനെയും ലിമിറ്റിനെയും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എച്ച് ഓഫ് എക്സിൻ്റെ സ്ഥാനത്താണേ എച്ച് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ലോഗിനെയും ലിമിറ്റിനെയും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ലോഗ് ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ജി ഓഫ് എക്സിനെ ഹോൾ ഡിവൈഡ് ബൈ 1 ബൈ ജി ഓഫ് എക്സ് എഴുതുന്നു. നോക്കിക്കേ, റെസിപ്രോക്കൽ എടുത്ത് വരുമ്പം അത് തന്നെയല്ലേ കറക്റ്റായിട്ട് വരുന്നത്. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? 1 ബൈ ജി ഓഫ് എക്സിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജി ഓഫ് എക്സിൻ്റെ ലോഗ് എഫ് ഓഫ് എക്സ് തന്നെ വരും. ശരിയാണല്ലോ? അപ്പോൾ ഇതെന്ത് കിട്ടും? ലോഗ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ലോഗ് എഫ് ഓഫ് എക്സ് ബൈ 1 ബൈ ജി ഓഫ് എക്സ് വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് കണ്ടുപിടിക്കാം. ഇവിടെ ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാണ് വീണ്ടും വരുന്നതെങ്കിൽ നമുക്കിവിടെ എന്ത് അപ്ലൈ ചെയ്യാം? എൽ ഹോപ്പിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്യാം. എൽ ഹോപ്പിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്ത് എന്തായിരുന്നു എൽ ഹോപ്പിറ്റാൽസ് റൂൾ എന്ന് പറയുന്നത്? ഒരു ഫ്രാക്ഷനായിട്ടും ഇൻഡിറ്റർമിനേറ്റ് ഫോം വരികയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവേ ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ലിമിറ്റ് കൊടുക്കുക. ഓർക്കുന്നുണ്ടല്ലോ? ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ ആയി കഴിഞ്ഞു. ഈ ഫ്രാക്ഷനായിട്ട് നമ്മൾ ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് നോർമൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതായിരിക്കും അതിൻ്റെ ലിമിറ്റ്. ഇല്ല, ഫ്രാക്ഷനായിട്ട് എടുക്കുമ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫോമിലായിരുന്നു വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. വീണ്ടും ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാണ് വരുന്നതെങ്കിൽ എന്തെടുക്കുക? ന്യൂമറേറ്ററിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, ഡിനോമിനേറ്ററിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. Then apply എൽ ഹോപ്പിറ്റാൽസ് റൂൾ if needed. ആവശ്യമെങ്കിൽ എന്ത് അപ്ലൈ ചെയ്യുക? എൽ ഹോപ്പിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു 1 ബൈ എക്സ് ഈസ് ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി ഇ, ഓപ്ഷൻ ഡി മൈനസ് ഇ. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് 1 പ്ലസ് എക്സ്, ലിമിറ്റ് x tends to x naught 1 plus x the whole raised to 1 by x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. x tends to x naught, x naught വാല്യൂ 0 ആയിട്ട് എടുക്കുക. ലിമിറ്റ് x tends to 0.
x tends to 0, 1 plus x, okay, whole raised to 1 by x. ഇവിടെ നിങ്ങളൊന്ന് 0 കൊടുത്ത് നോക്കിയാൽ എന്ത് വരും? ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്ത് നോക്കിയാൽ ഇവിടെ 1 plus 0 the whole raised to 1 by 0, that is 1 raised to infinity. ശരിയാണല്ലോ? ഏത് ഫോമിൽ വന്നു? ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ വന്നു. ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എന്തായിട്ട് എടുക്കാം? എച്ച് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ലെറ്റ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 1 plus x the whole raised to 1 by x. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്ത് വരും? ലോഗ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് 1 plus x the whole raised to 1 by x. ലോഗ് എ റേസ് ടു ബിയുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? ലോഗ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x ലോഗ് 1 plus x. ലോഗ് എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി ലോഗ് എ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഓഫ് ലോഗ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു, ഈ സൈഡിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 by x ഇൻറ്റു ലോഗ് ഓഫ് 1 plus x. നമ്മൾ തിയറി പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ലിമിറ്റിനെയും ലോഗിനെയും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ലോഗ് ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ 1 by എക്സിനെ റെസിപ്രോക്കലാക്കി എടുത്ത് എഴുതുക. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 plus x divided by 1 by 1 by x. 1 by 1 by x എന്താ? x. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ലോഗ് 1 by 0, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. 0 by ലോഗ് 1ൻ്റെ വാല്യൂ 0, 0 by 0.4. അഗെയിൻ എന്ത് ഫോമിൽ വന്നു? ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ വന്നു. അപ്പോൾ എന്ത് അപ്ലൈ ചെയ്യാം? അപ്ലൈ എൽ ഹോപ്പിറ്റൽസ് റൂൾ. എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ലോഗ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് ഓഫ് 1 plus എക്സിൻ്റെ ഡെറിവേറ്റീവ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 by x. അപ്പോൾ ലോഗ് ഓഫ് 1 plus എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 by 1 plus x ഇൻറ്റു 1 plus എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 1 by 1 plus x ഇൻറ്റു 1 plus എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 തന്നെ. ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തിൻ്റെ ഡെറിവേറ്റീവ്? ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 by 1 plus x which is equal to 1. Okay, അപ്പോൾ log of limit x tends to 0 h of x equal to 1. അപ്പോൾ ലിമിറ്റ് x tends to 0 h of x എന്ന് പറഞ്ഞാൽ എന്ത് വരും? e raised to 1, that is equal to e. നമ്മുടെ h of x എന്തായിരുന്നു? h of x ആയിട്ട് നമ്മൾ എടുത്തത് എന്തിനാ? 1 plus x the whole raised to 1 by x. That is limit x tends to 0 1 plus x the whole raised to 1 by x equal to e. ഇതായിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ലോഗരിതം മെത്തേഡ് വെച്ചാണ് ചെയ്തത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 plus x the whole raised to 1 by x ആണ്. നമ്മൾ ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് വന്നു? 1 raised to infinity ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കണ്ടുപിടിക്കേണ്ട ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷനെ എച്ച് ഓഫ് എക്സ് എടുക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ലോഗ് എടുക്കുന്നു. തിയറി പറഞ്ഞ അതേ രീതിയിൽ തന്നെ ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ ലോഗിനെയും ലിമിറ്റിനെയും കൂടെ ഇന്റർചേഞ്ച് ചെയ്യുന്നു. റൈറ്റ് സൈഡ് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? 1 by എക്സിനെ 1 by 1 by എക്സ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുത്തപ്പോഴത്തേക്ക് എഗെയിൻ എന്ത് വന്നു? ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്ക് വന്നു. ഫ്രാക്ഷൻ്റെ ആണ്. അപ്പോൾ നമ്മളവിടെ എന്താ ഉപയോഗിക്കുന്നത്? എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുന്നു. എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ലോഗ്, നമ്മൾ എപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നതാണ്, ലോഗ് വാല്യൂ ആണ് 1. നമ്മുടെ ഓപ്ഷനിൽ 1 ഉറപ്പായിട്ടും കാണും, ഓപ്ഷൻസിൽ 1 കാണും. പക്ഷേ അത് എന്താണ്? ലോഗ് ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എച്ച് ഓഫ് എക്സ് ആണ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എച്ച് ഓഫ് എക്സ് ആണ് e raised to 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു e. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 plus x the whole raised to 1 by x equal to
എ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ 1 ആണ് കിടക്കുന്നത്. മാർക്ക് ചെയ്ത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.